രാജ്ഭവന്റെ ഇരുഭാഗത്തും ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രവർത്തകർ അകത്ത് കയറാതിരിക്കാൻ പോലീസ് ബസ്സുകൾ കുറുകെയിട്ടിരിക്കുന്നു. SFI മാർച്ച് മാനവീയം വീഥിയിൽ നിന്ന് ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ രാജ്ഭവനിലേക്കാണ് ഇന്ന് നടക്കാനിരിക്കുന്ന അടുത്ത പ്രതിഷേധം. SFI മാർച്ച് മാനവീയം വീഥിയിൽ നിന്ന് തുടങ്ങാനിരിക്കുന്നു. എന്താണ് രാജ്ഭവന് മുന്നിലെ പോലീസ് ബന്ദോബസ്ത് എങ്ങനെയാണ്? സ്മൃതി, SFI സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചിനെ നേരിടാൻ രാജ്ഭവനിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ വലിയ പോലീസ് സന്നാഹമാണ് രാജ്ഭവനിന് ചുറ്റും തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ ഭാഗത്ത് 2 ഭാഗങ്ങളിലും ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രവർത്തകർ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ ചാടിക്കയറാൻ ശ്രമിക്കും എന്നുള്ള ഒരു മുൻധാരണയുടെ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 ഭാഗത്തും വലിയ തരത്തിൽ പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 700ഓളം പോലീസിനെ ഈ സർവകലാശാലയിലും അതുപോലെ തന്നെ രാജ്ഭവനും സമീപത്തായിട്ട് വിന്യസിപ്പിച്ചിരുന്നു. ഇവിടെ ഏകദേശം 400-നകത്ത് പോലീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. ഇതിൽ ഈ ഭാഗത്ത് വരികയാണ്. രാജ്ഭവന്റെ മുൻവശത്ത് ബാരിക്കേഡിന് പുറമിൽ ഇപ്പോൾ 2 ബസ്സുകൾ ഈ ഭാഗത്ത് കുറുകെ നിർത്തിയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഏതെങ്കിലും ഘട്ടത്തിൽ അതിക്രമിച്ച് കയറിയാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു നീക്കമാണ്. ഈ 2 ബസ്സുകൾ, പോലീസിന്റെ 2 ബസ്സുകൾ ഈ ഭാഗത്ത് റോഡിന് കുറുകെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ പിടിക്കാനായിട്ടുള്ള ഒരു പോലീസിന്റെ നീക്കം. എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും വെള്ളയമ്പലം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വെള്ളയമ്പലത്തിലേക്ക് വീണ്ടും ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിക്കേഡുകൾക്ക് ചുറ്റും വലിയ പോലീസ് സന്നാഹമാണ് എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഈ വെള്ളയമ്പലം ഭാഗത്തു നിന്നും മാനവീയത്ത് നിന്നാണ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ രാജ്ഭവനിലേക്ക് പ്രവർത്തകർ ചാടിക്കേറിയത് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരുന്നു. രാജ്ഭവൻ DGPയോട് വിശദീകരണമൊക്കെ തേടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ വിന്യസിപ്പിച്ചു. ഒരു കർശനമായിട്ടുള്ള ഒരു സുരക്ഷ തന്നെയാണ്, കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ക്യാമ്പുകളിൽ നിന്നും പോലീസ് രാജ്ഭവനിലെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. തുടക്കത്തിൽ സർവകലാശാല ഭാഗത്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചുവെങ്കിലും രാജ്ഭവനിൽ നേരത്തെ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കാൻ കാരണം ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് രാജ്ഭവനിൽ നിന്നും വിമർശനം നേരിട്ടിരുന്നു. ആ ഒരു വിമർശനത്തെ അതിജീവിക്കാൻ കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ 2 ഭാഗങ്ങളിലും വെച്ച് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളയമ്പലത്ത് ആണ് പ്രധാനമായും ഇപ്പോൾ ഈ ഭാഗത്തായിരിക്കും പ്രവർത്തകർ ആദ്യം എത്തുക. ഈ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു പ്രവർത്തകർ മറ്റ് ഏതെങ്കിലും വഴികളിലൂടെ രാജ്ഭവന്റെ മുൻവശത്തേക്ക് എത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ 2 ഭാഗത്തും ഈ ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു പോലീസ് സന്നാഹം ഉണ്ട്. SFI പ്രവർത്തകരെ നേരിടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ കടന്ന് അകത്തേക്ക് ചാടിയാൽ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ട് ബസ്സുകൾ കുറുകെയിട്ടിട്ടുണ്ട്. ബസ്സുകൾ കുറുകെയിട്ട് ഉള്ള ഒരു പോലീസിന്റെ നീക്കം ഇത് രണ്ടാമതാണ് വീണ്ടും ഇത്തരത്തിലൊരു പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു കുതന്ത്ര നീക്കം നമ്മൾ കാണുന്നത്. എന്തായാലും പ്രവർത്തകരെ നേരിടാൻ പൂർണ്ണമായും പോലീസ് സേന വലിയ സന്നാഹത്തിലാണ്. അതുമാത്രമല്ല ജലപീരങ്കിയും ഇവിടെ വരുൺ സജ്ജമായിട്ടുണ്ട്. ഒരു ജലപീരങ്കിയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് ഈ മാനവീയം വീതിയിൽ നിന്നും വെള്ളയമ്പലം ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്താണ്, അതിൽ ഒരു ഭാഗത്താണ് നിലവിൽ ഒരു ജലപീരങ്കി മാത്രമേ ഉള്ളൂ. ഈ ഒരു ജലപീരങ്കി മാത്രമാണ്, സാധാരണ 2 ജലപീരങ്കികളൊക്കെ ഉണ്ടാവും. മുന്നിൽ വലിയ രീതിയിൽ പോലീസ് വാഹനങ്ങൾ കുറുകിയിട്ടുകൊണ്ട് പോലീസിനെ വലിയ രീതിയിൽ വിന്യസിച്ചുകൊണ്ട് പ്രതിഷേധം തടയാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു.